തോറ്റതെന്തുകൊണ്ടെന്ന പഠനത്തിലാണ് CPM. അവലോകന യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെയും ധനവകുപ്പിനെതിരെയും വിമർശനമുയരുന്നു എന്ന വാർത്തകളെ പാടെ തള്ളുകയും ചെയ്യുന്നു. തിരുത്തേണ്ടതെല്ലാം തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി ലേഖനമെഴുതുന്നു. ന്യൂനപക്ഷ സംരക്ഷണം CPMനെ സംബന്ധിച്ച് പ്രധാനമാണ്. അത് ന്യൂനപക്ഷ പ്രീണനമെന്നത് RSSന്റെ പ്രചാരവേലയാണ്. 4 വോട്ടിന് നഷ്ടപ്പെടുത്താനുള്ളതല്ല നയം എന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ഈഴവ വോട്ടുകളെ ഹോൾസെയിലായി സംഘപരിവാറിലേക്ക് എത്തിക്കുന്നവർക്ക് നവോത്ഥാന മതിലിന്റെ കരാർ കൊടുത്ത പിണറായിയും പാർട്ടിയും ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പരിഹസിക്കുന്നു ചന്ദ്രികയിലൂടെ ലീഗ്. കണ്ണാടി പൊട്ടിച്ചാൽ കോലം നന്നാകില്ല എന്ന ഉപദേശവും. മുഖ്യമന്ത്രിക്ക് മോഹഭംഗമെന്ന് നേതാക്കൾ. എന്തൊക്കെ തിരുത്തും? പാർട്ടിക്കുള്ളിലെ വിമർശനം പൊതിഞ്ഞു പിടിക്കുന്നു. ലീഗും CPMും തമ്മിലെന്ത്? CPMന് മോഹഭംഗമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് എം ലിജു, CPMിൽ നിന്ന് അഡ്വക്കേറ്റ് K അനിൽകുമാർ, മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അഡ്വക്കേറ്റ് അനിൽകുമാർ, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അവലോകന യോഗങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഒരു ലീഗ് CPM പോര്? അതും മുഖ്യമന്ത്രി നേരിട്ട് ലീഗിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ചന്ദ്രികയിലൂടെ ലീഗ് മറുപടി പറയുന്നു, KM ഷാജി മറുപടി പറയുന്നു, PMA സലാം മറുപടി പറയുന്നു. എന്തുകൊണ്ടാണ് CPMും ലീഗും മുഖാമുഖം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ? മുസ്ലിം ലീഗ് അല്ലാതായി. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നൊരു സംഘടനയാണ്. പക്ഷെ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോഴും അത് മത തീവ്രവാദത്തിൽ നിന്നും ആളുകളെ ആ മതത്തിൻ്റെ പേരിൽ ആകർഷിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരായൊരു നിലപാട് അത് സ്വീകരിച്ചിരുന്നു. SDP അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാം മതം, ആ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയൊരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റണം, ഇന്ത്യയുടെ മോചനം ഇസ്ലാം മതരാഷ്ട്ര നിർമ്മിതിയിലൂടെ എന്നുള്ള ആഖ്യാനങ്ങൾക്കൊക്കെ എതിരായിട്ടൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. പക്ഷേ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിലപാട് മാറ്റി. SDP-യുമായി കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ചർച്ചയ്ക്ക് തയ്യാറായി. SDP-യുടെ നേതാക്കന്മാർ, എളമരം അടക്കമുള്ള നേതാക്കന്മാർ അവിടെ വന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനെ തുടർന്ന് RSSനെ എതിർക്കണമെങ്കിൽ RSSനെ പോലെ തന്നെ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയും എതിർക്കണം. CPM ആ നിലപാടിലാണ്. ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിലില്ല. അവരുടെ വോട്ട് വേണ്ട. നിങ്ങൾ RSSനെ എതിർക്കുന്നുണ്ടപ്പോൾ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും SDP-യുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. അതൊരു സൗകര്യമായിട്ട് ലീഗ് എടുത്തു, കോൺഗ്രസ് എടുത്തു. SDP-ഐ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ആദ്യം കോൺഗ്രസ്സുകാരത് മധുരത്തോടു കൂടി ഇരുന്നു. നാട്ടിൽ ശക്തമായ പ്രതിഷേധം വന്ന പിന്നെ ഒളിച്ചുകളിയായി. എന്താണ് പിന്നെ പറഞ്ഞത്? ഞങ്ങൾക്ക് സഖ്യമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾക്ക് SDP-യുമായി സഖ്യമില്ല, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? അധ്യാപകൻ്റെ കൈവെട്ടുകയും ഈ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത RSSന് സമാനമായ മതരാഷ്ട്രവാദം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടര് കോൺഗ്രസിന് ഇഷ്ടപ്പെടാൻ തക്കവണ്ണം കോൺഗ്രസ് അവർക്ക് ഇഷ്ടപ്പെടുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നു UDF. അത് ലീഗ് അതിൻ്റെ മുഖമായി തീർന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF വിജയിച്ചു എന്ന് പറയുമ്പോഴും SDP-ഐ, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടാണ് ജയിച്ചത്. ഞാൻ ചോദിക്കുന്നത്, മുമ്പൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDP-ക്ക് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ 4ാമത്തെ ശക്തിയാണ് SDP-ഐ. കേരളത്തിൽ SDP-ക്ക് എല്ലാ മണ്ഡലങ്ങളോട് കിട്ടിയ വോട്ട് വെച്ചിട്ട് കേരളത്തിൽ 4ാമത്തെ ശക്തി SDP ആണ്. BJP കഴിഞ്ഞാൽ ഞങ്ങളാണോ പിന്നെ അടുത്ത ശക്തി. ഇത് SDP-യുടെ മുദ്രാവാക്യമായിരുന്നു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിൽക്കാറുണ്ട്, പിന്നെ അവർ മാറി നിൽക്കുകയാണ്. അവർ മത്സരിക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും താല്പര്യങ്ങൾ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കീഴടക്കി വെക്കുന്ന, അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കും RSSനും BJPക്കും എതിരായ യുദ്ധം നിങ്ങൾ ശക്തമായി നടത്തണമെങ്കിൽ മതനിരപേക്ഷ അടിത്തറ വേണം. ആ മതനിരപേക്ഷത അടിത്തറയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെട്ടിയിൽ ആ വോട്ടില്ല. അതൊരു സൗകര്യമായി എടുത്തിട്ട് ഞങ്ങളുടെ പെട്ടിയിലേക്ക് അത് പോരട്ടെ എന്നൊരു നിലപാട് ലീഗും കോൺഗ്രസും കൂടെ സ്വീകരിച്ചപ്പോൾ അങ്ങനെയാണ് UDFൻ്റെ ശക്തി. ആ ശക്തി കേരളത്തിന് ഗുണകരമല്ല. BJPയെ ചെറുക്കാൻ ആ തരത്തിൽ ഒരു സഖ്യമുണ്ടാക്കുന്നത് നാളെ BJPയെ ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളത് പറയുകയാണ്. ഒരു വാക്കൂടെ മാധു, ഒരു വാക്ക് പറഞ്ഞോട്ടെ.
അതായത് BJPക്ക് വല്ലാണ്ടൊരു വിജയം ഉണ്ടായെന്നും ഞങ്ങൾ തെറ്റായി കാണുന്നില്ല. ഉണ്ടായ വിജയം ഉള്ളതായി തന്നെ കാണുകയാണ്. ഇപ്പം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് ഏതാണ്ട് 30 ലക്ഷമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടുകൂടെ കണക്കാക്കിയാൽ 40,000 വോട്ടിൻ്റെ അധിക വോട്ടേ BJPക്ക് കിട്ടിയിട്ടുള്ളൂ, സിനിമാ നടന്മാരൊക്കെ നിന്നിട്ടും. അതുകൊണ്ട് BJPയുടെ വല്ലാണ്ട് വളർന്നു എന്ന ആഖ്യാനത്തിനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. പക്ഷേ BJP മുന്നേറ്റമുണ്ടാക്കിയ ഇടങ്ങളിൽ എവിടെയാണ് മുന്നേറ്റം, അത് താഴെ തലം വരെ പരിശോധിച്ച് തിരുത്തണം. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, തൃശ്ശൂരിലെ മനുഷ്യരോട് പറഞ്ഞത്. നിങ്ങളെടുത്ത നിലപാട് ശരിയോ? മണിപ്പൂർ ഇന്നും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ ആണുങ്ങളുണ്ടെന്ന് ഒരാളാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. നിങ്ങളെടുത്ത നിലപാടും പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്ന് ഈ തൃശ്ശൂരിലെ മതനിരപേക്ഷ ബോധമുള്ള മനുഷ്യരോട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമൂഹത്തിലുണ്ടാക്കിയ വർഗീയ വിഭജനത്തിന്റെ ആഴത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു ശരിയായ മുഹമ്മദ് ഷാ, ലീഗ് അല്ലാതെയായി മത തീവ്ര പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ആളുകളെ അകറ്റി നിർത്തുന്ന രാഷ്ട്രീയ നിലപാടും സ്ഥൈര്യവും ലീഗിന് ഉണ്ടായിരുന്നു എന്നാണ്, ലീഗിനുണ്ട് എന്നല്ല നിലവിൽ CPM വിലയിരുത്തുന്നത്. ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് SDPIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും UDFന്റെ ഭാഗമെന്നതുപോലെ ലീഗും കോൺഗ്രസും ചേർന്ന് മുന്നണിയായി UDF ആകെ പ്രവർത്തിച്ചു. SDPIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്ന് UDF എന്ന മുന്നണിയായപ്പോഴാണോ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിഞ്ഞത്? അതുകൊണ്ടാണോ മുഖം നഷ്ടപ്പെട്ടുവെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളോട് പറഞ്ഞത്? ആദ്യമായി ഞാൻ പറയാം, അനിൽകുമാർ പറയുന്ന മതരാഷ്ട്രീയമൊന്നും ഇവിടെയില്ല, മതേതര രാഷ്ട്രീയം മാത്രമേ മുസ്ലിം ലീഗ് പറയുന്നുള്ളൂ. മുസ്ലിം ലീഗ് പറയുന്ന മതേതര രാഷ്ട്രീയം കേരള ജനത അംഗീകരിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിന് റെക്കോർഡിലേക്ക് പോവുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യുകയാണ്. ഈ CPMൻ്റെ അവലോകനത്തിൽ സംഭവിച്ചിരിക്കുന്ന കുഴപ്പം 20ൽ 1 സീറ്റിൽ മാത്രം 20,000 വോട്ടിന് ജയിക്കുകയും ബഹുഭൂരിപക്ഷം സീറ്റുകളിലും 1 ലക്ഷത്തിൽ മുകളിൽ വോട്ടിന് പരാജയപ്പെടുകയും ചെയ്യുകയും ഏകദേശം തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും CPM ബേസ് വോട്ടുകൾ പുറത്തു പോയിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്, അതിനെന്ത് സംഭവിക്കണം? ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം നെക്സ്റ്റ് ആക്ഷൻ? ആ ആക്ഷൻ ആവശ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ന്യായീകരണങ്ങളും പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. കാരണം ജനം അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം അത് ഇന്ത്യയിലാകമാനം തന്നെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടോ. നമ്മുടെ UPയിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 400 എന്ന് പറഞ്ഞെടുത്ത് അവർ അയോധ്യയിൽ പരാജയപ്പെടുന്നു എന്ന അവസ്ഥയാണ്. കേരളത്തിലെ ഈ ധ്രുവീകരണ രാഷ്ട്രീയം എല്ലാം പറയുമ്പോഴും അങ്ങോളം ഇങ്ങോളം നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം 35% താഴെ മാത്രമായി ഇടതുപക്ഷ ജനാധിപത്യത്തിന് വോട്ട് പോയിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന മണ്ഡലങ്ങൾ അവലോകിച്ച് ചെയ്യുക. അനിൽകുമാറിൻ്റെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ഈ ജില്ലകളൊന്നും നിങ്ങൾ കണ്ടില്ല എന്നാണോ നടിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുകയാണോ ഇത് പറഞ്ഞിട്ട്? ലീഗ് CPMനോട് പറയുമ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് SDPIയുമായി ചേർന്ന് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി, അതുകൊണ്ട് മാത്രമേ RSSനെ ചെറുക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചാൽ അതാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയൽ, അതാണ് RSSനെയും BJPയെയും വളർത്തൽ എന്നാണ് CPM തിരിച്ചു പറയുന്നത്. UDFൻ്റെ സഖ്യകക്ഷികൾ ആരാണെന്ന് വ്യക്തമാണ് എല്ലാ സ്ഥലത്തും. അതായത് നിങ്ങൾ കൊണ്ടുപോയി സ്റ്റേജിൽ പൊന്നാനിയിൽ VT മുഹമ്മദ് ബഷീറിനെതിരെ ഹുസൈൻ രണ്ടത്താണിയെ മത്സരിപ്പിച്ചപ്പോൾ നിങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവന്നൊരു തീയില്ലേ കുറേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിടിച്ചെടുത്ത് നിങ്ങളൊരു രാഷ്ട്രീയം പറഞ്ഞില്ലേ? പല മണ്ഡലങ്ങളിലും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വോട്ടിൻ്റെ ഷെയർ 6-7% അല്ലെങ്കിൽ 8% പുറകോട്ട് പോയത് നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന SDPയും ജമാഅത്ത് ഇസ്ലാമിയും മാറി വോട്ട് ചെയ്തുകൊണ്ടാണോ? അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്ത് തരം സ്റ്റാറ്റിസ്റ്റിക്സാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് ചെയ്തിരുന്ന വോട്ടുകൾ അതിൽ നിന്ന് പുറത്തോട്ട് പോയത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കൂ. എന്നിട്ട് അതിന് പകരം ഞങ്ങളുടെ സഖ്യകക്ഷികളും ഘടകകക്ഷികളും ആരാണെന്ന് UDFന് നന്നായിട്ടറിയാം. അതിൽ ആ ഘടകകക്ഷികൾ തന്നെയാണ് ഒന്നിച്ചു നിന്ന് എല്ലാ തെരഞ്ഞെടുപ്പും മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ പരാജയപ്പെട്ടതിന് ശേഷം 4-ാം തീയതിക്ക് ശേഷം ഒരു തിയറിയുമായി വന്നിരിക്കുകയാണ്.
ആ തിയറി പറയേണ്ടതിൻ്റെ ഗതികേട് വന്നത് ആൻറ്റി ഇൻകംബൻസി ആണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും, രാജിവെക്കുകയോ മറ്റെന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറയാം. അവിടെ ഞാൻ പറഞ്ഞു തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്. അവിടെ നിങ്ങൾ ചെയ്യുന്ന പണി വീണ്ടും ധ്രുവീകരണമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, വർഗീയതയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ജനം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. റിജക്റ്റ് ചെയ്തു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ബംഗാളിൽ സംഭവിച്ചതുപോലെ CPM-ന് സംഭവിച്ചു പോകുമോ എന്ന് ഞാനിപ്പോൾ ഭയക്കുകയാണ്. നിങ്ങളിപ്പോഴും ആ കൺസൾട്ടൻ്റ് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ PR ഏജൻസികൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ട് കാര്യക്കാതെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നടത്തിയ രാഷ്ട്രീയം നിങ്ങൾ കണ്ടില്ലേ? വടകരയിൽ നിങ്ങളൊരു രാഷ്ട്രീയം പറഞ്ഞു, എന്തൊരു വർഗീയതയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ തെളിഞ്ഞില്ലേ അതാരാ ചെയ്തതെന്ന്? ഇതാ പുറത്തു വരാൻ പോവുകയല്ലേ അതൊക്കെ ആരാ ചെയ്തതെന്ന്? അതിൻ്റെ ആരോപണം നിങ്ങൾ ഇലക്ഷൻ്റെ തലേന്ന് നിങ്ങൾ നടത്തിയില്ലേ? നിങ്ങളിതെല്ലാം ജനങ്ങൾ റിജക്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് വോട്ടിന് വടകര പോലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖല നിങ്ങൾ പുറകോട്ട് പോയി. അവിടെ പൂർണ്ണമായ മുസ്ലിം സ്വാധീനമുള്ള മേഖലയൊന്നുമല്ലത്. നിങ്ങൾ പറഞ്ഞതെല്ലാം റിജക്റ്റ് ചെയ്തു. ഇനി ഇത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ഈ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകൾ വെച്ചിട്ട് നിങ്ങൾ ന്യായീകരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ഇത്തരം സംസാരങ്ങൾ തന്നെ നല്ലതല്ല. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം തിരിച്ചറിയുന്നവരാണ് എല്ലാവരും. മുസ്ലിം ലീഗിൻ്റെ സാദിഖലി ശിഹാബ് തങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ആ യാത്രകളിൽ എല്ലാവരും സഹകരിക്കുകയാണ്. ഈ ഇലക്ഷൻ ശേഷം ഇപ്പോൾ വോട്ടെണ്ണലിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് ഈ മതേതര മൂവ്മെന്റ് നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആരോടാണ് പറയുന്നത്? നിങ്ങൾ കരുതുകയാണ്. എന്തിനായിരിക്കാം ലീഗിനെതിരെ CPM വിരൽ ചൂണ്ടുന്നത്? ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് നമുക്ക് ഓർമ്മയുണ്ട്, ലീഗിന് UDF-ൽ നിൽക്കാൻ കഴിയില്ല, ലീഗ് കോൺഗ്രസിനെ ചുമക്കുകയാണ്, ലീഗിന്റെ നിലപാടുകൾ, ലീഗിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട നിലപാടുകളോട് കോൺഗ്രസ് ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ള നിലപാട് CPM ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ലീഗിനെ അപ്പാടെ തള്ളിപ്പറയുന്ന സ്വഭാവം, അല്ലെങ്കിൽ അപ്പാടെ തള്ളിപ്പറയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണ്. മുഖ്യമന്ത്രി ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്ന് പോയി പറയുകയാണ്. ലീഗ് അതിന് തിരികെ പറയാണ്. എന്തുകൊണ്ട് ലീഗിനെതിരെയുള്ള വിമർശനങ്ങൾ എന്താണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? മാത്രമല്ല, കോൺഗ്രസിനെതിരെയുള്ള വിമർശനം എന്താണ്? ലീഗാണ് കോൺഗ്രസിന്റെ ഘടകകക്ഷി. SDP-യും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വോട്ട് മറിച്ചു കൊടുക്കുന്ന UDF-ന്റെ ഘടകകക്ഷികളെ പോലെ നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നിങ്ങളുടെ ഈ വിജയം എന്ന വിമർശനം. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ധാർമ്മികമായും രാഷ്ട്രീയമായും യാതൊരു അവകാശവുമില്ലാത്ത പാർട്ടിയാണ് CPM. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അതിനു മുൻപും സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പോലും ലീഗിനെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിച്ച് ഇടതുമുന്നണിയിൽ എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച പാർട്ടിയാണ്. അതിലവർ പരാജയപ്പെട്ടു പോയി. പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത്, അതായത് കേരളത്തിലെ വിവിധ സീറ്റുകളുടെ ചർച്ചയുടെ സമയത്ത് പോലും കോൺഗ്രസിനെ എന്തിന് കോൺഗ്രസിനൊപ്പം നിൽക്കണം, ലീഗ് ഇടതുമുന്നണിയിലേക്ക് വരണം അത്തരത്തിൽ വ്യംഗ്യാർത്ഥത്തിൽ നേരിട്ടും സംസാരിച്ച പാർട്ടിയാണ് CPM. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ലീഗിനെ ഇപ്പോൾ വിമർശിക്കുന്നത് ഒരർത്ഥത്തിൽ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കൊതിക്കറിവിൽ നിന്നും ഉടലെടുക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു ആംഗിളിൽ മാത്രം അതിനെ കണ്ടാൽ പോരാ. ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയങ്ങളിൽ തന്നെ ഒന്ന് ശ്രീ MV ഗോവിന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിമുഖം. അപ്പോൾ അതിനകത്ത് അദ്ദേഹം തിരുത്തലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവരെന്ത് തിരുത്തലാണ് നടത്തുന്നത്? ഈ തിരഞ്ഞെടുപ്പ് ഇത്രയും ദയനീയമായ പരാജയത്തിന് ശേഷം കേരളത്തിൽ പുറത്തു വരുന്ന ഏറ്റവും ഭീകരമായ വാർത്ത, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിരിക്കുന്ന വാടക കൊലയാളികൾക്ക്, CPM-ന്റെ കൊട്ടേഷൻ ഗുണ്ടകൾക്ക് ഹൈക്കോടതി ഒരിക്കൽ പോലും ഈ നരാധമന്മാർക്ക് ഇരട്ട ജീവപര്യന്തം കഴിയാതെ ഇവർക്കൊരു ഇളവും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ P ജയരാജൻ അംഗമായിരിക്കുന്ന ജയിൽ ഉപദേശക സമിതിയുടെ നിയന്ത്രണത്തിലുള്ള ജയിൽ അധികാരികൾ ഇവരെ 14 വർഷം പോലും തികയുന്നതിന് മുമ്പ് പുറത്തു വിടാൻ വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. ഇവരെന്ത് തിരുത്താണ്? യഥാർത്ഥത്തിൽ ഇവരുടെ നേതാക്കന്മാർ ഭയപ്പെടുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ വാടക കൊലയാളികൾ ഈ നേതാക്കന്മാരുടെ പേര് വിളികെ പറഞ്ഞാൽ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്ന് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കുന്ന ഉന്നത നേതൃത്വത്തിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടാലുണ്ടാകുന്ന ആശങ്കയിലാണിവർ. അപ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. എന്തുകൊണ്ട് CPM-ൻ്റെ അണികൾ ഉൾപ്പെടെ മാറ്റി വോട്ട് ചെയ്തു? യഥാർത്ഥ CPM-ൻ്റെ പാർട്ടി പ്രവർത്തകർ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു മൂവ്മെൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ചേർന്നവർ.
ഈ പാർട്ടിയെ സ്നേഹിക്കുന്നത്. അവർ നോക്കുമ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുഴുവൻ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും നിർണായകമായ വർഗീയ ശക്തികൾക്കെതിരെ ഒരു പോരാട്ടം നടക്കുന്ന വേളയിൽ രാജ്യത്ത് CPM-ന്റെ ഏക അവശേഷിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം കുടുംബത്തിനൊപ്പം വിദേശയാത്ര നടത്തിയതിൽ ഖിന്നരാണ്. TP ചന്ദ്രശേഖരനെ പോലെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നുകളഞ്ഞ ആ നേതൃത്വത്തോട് അവർക്ക് രൂക്ഷമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് തിരുത്തേണ്ടതെന്ന് തിരിച്ചറിയാതെ ഇവർ ഭയപ്പെടുകയാണ്. നാളെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ഈ കൊലയാളികൾ വല്ലതും വിളിച്ചു പറയുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാളെ ജയിലിലടയ്ക്കപ്പെടേണ്ടി വരുമോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിഷയം വഴി മാറ്റണം. യഥാർത്ഥ പ്രശ്നം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന സ്വത്ത് പ്രതിസന്ധി, അതിൻ്റെ നേതാക്കന്മാർ നേരിടുന്ന ധാർമ്മിക അപഭ്രംശം, അത് ചർച്ച ചെയ്യപ്പെടാതെ പുതിയൊരു തലത്തിലേക്ക് ചർച്ച എത്തിക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ആക്രമിച്ച് അതുവഴി മുസ്ലിം സമുദായത്തെ തന്നെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇവരുടെ മുഖ്യമന്ത്രിയാണ് മലപ്പുറത്ത് എൻട്രൻസിൻ്റെ വിജയശതമാനം ഉയർന്നപ്പോൾ മലപ്പുറത്തെ എൻട്രൻസ് ശതമാനത്തെക്കുറിച്ച് വിജയശതമാനത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. മുൻകാലങ്ങളിൽ പിന്നെ ബദൽ രേഖ മുസ്ലിം ലീഗിനെ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ശ്രീ MV രാഘവൻ പറഞ്ഞപ്പോൾ അന്ന് ഹിന്ദു വർഗീയത വേണം എന്നുള്ളത് കൊണ്ട് ആ ബദൽ രേഖ അവതരിപ്പിച്ച MV രാഘവനെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയൊരു പാർട്ടിയായിരുന്നു അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയമായിരുന്നു ഇവരുടെ ടാർഗറ്റ്. EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ അത്തരത്തിൽ ഈ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നതുപോലും അത്തരമൊരു രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ചർച്ച ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ BJP-യുടെ ഇവർ BJP-യുടെ വളർച്ചയിൽ ആശങ്കാകുലരായി ഇവരുടെ അടിസ്ഥാന വോട്ടേഴ്സ് പോലും BJP-യിലേക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്കോ പോകുന്നത് കാണുമ്പോൾ ഇനി ആ പഴയ തന്ത്രത്തിലേക്ക് തിരികെ പോകുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പാണോ ഈ മുസ്ലിം ലീഗ് വിമർശനമെന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കണം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേതൃത്വം ആണ്ട് നിൽക്കുന്ന ഏറ്റവും വലിയ അപഭ്രംശത്തിലേക്ക്, അഴിമതിയിലേക്ക്, അതിലേക്ക് അതിൽ നിന്നും ശ്രദ്ധ വഴിമാറ്റണം. രണ്ട്, ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ ആക്രമിച്ചു തുടങ്ങി ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹങ്ങളിലേക്കുള്ള ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചുവിടുന്നതിൻ്റെ ആദ്യ പടിയാണോ എന്ന് സംശയിക്കണം. വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ പ്രയോഗത്തിൽ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലാണ് ഗൗരവതരമായി ഇതിനെ ചിന്തിക്കേണ്ടത്. ശ്രീ അനിൽകുമാർ, വളരെ ഗൗരവ സ്വഭാവമുള്ള രണ്ട് ആരോപണങ്ങളാണ് ശ്രീ M. ലിജു നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, വളരെ വിമർശനം നേരിടേണ്ടി വന്ന പല കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അത് സർക്കാരിനെതിരെ നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, ശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾ, ഭരണപരാജയം അടക്കമുള്ള ആരോപണങ്ങൾ, ഇതിലേക്കൊന്നും ശ്രദ്ധയൂന്നാതെ അതിൽ നിന്നെല്ലാം വഴിതിരിച്ചുവിടാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണോ നിങ്ങൾ ഈ ലീഗ്, SDPI, കോൺഗ്രസ്, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അടങ്ങുന്ന പുതിയൊരു UDF സമവാക്യം ചമച്ചത് എന്നുള്ളതൊരു ചോദ്യം. രണ്ടാമത്തേത്, ഈ ഭൂരിപക്ഷം വോട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ ശ്രീ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഈഴവ വോട്ടുകൾ, ഇപ്പോൾ മലബാറിലാണെങ്കിൽ തീയ വോട്ടുകൾ, തെക്കോട്ടാണെങ്കിൽ ഈഴവ വോട്ടുകൾ ഞങ്ങളുടെ നട്ടെല്ലാണ്, അതിൽ ചോർച്ചയുണ്ടാകുന്നത് ഗൗരവമായി പരിഗണിക്കണം. അപ്പോൾ അങ്ങനെ ഈഴവ വോട്ടുകൾ BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കോ പോകാതിരിക്കാനുള്ള ഒരു നയമെന്ന രീതിയിൽ UDF ഒരു ന്യൂനപക്ഷ പ്രീണന പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ, തീവ്ര സ്വഭാവമുള്ള സംഘടനകളൊക്കെ ഉൾപ്പെടുന്ന അവരുടെ വോട്ട് വാങ്ങി ജയിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു മുന്നണിയാണെന്ന് വരുത്തി തീർക്കുക, ഈ രണ്ട് കാര്യങ്ങളാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ലാവ്ലിംഗ് കേസ് ഉണ്ടാക്കിയപ്പോൾ എന്താ ഇവരുടെ നിലപാട്? കമല ഇൻ്റർനാഷണൽ, അദ്ദേഹത്തിൻ്റെ വലിയ വീട്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്തൊരു അക്കൗണ്ട് ഉണ്ടെന്ന് BJP-ക്കാർ പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാൽ അക്കൗണ്ട് ഇവിടുന്ന് കാണിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ മകളെ ഇപ്പോൾ മൂക്കി കയറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തായി? സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഇതൊക്കെ കെട്ടുകഥയാണ് എന്ന് നാട് മുഴുവൻ വ്യക്തമായിട്ടും നിങ്ങളിപ്പോൾ എന്താ പറയണത്? അഴിമതിയാണ് CPM, മുഖം നഷ്ടപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ഇതിൻ്റെ നേതാക്കന്മാരും നിങ്ങൾ പറയുന്ന പോലെ ഒരു ജീർണതയിലുമല്ല. നിങ്ങൾ AI ക്യാമറയുടെ പേരിലും അതുപോലെ തന്നെ മറ്റേ KFOണിൻ്റെ പേരിലുമൊക്കെ ഹൈക്കോടതി കൊണ്ടു കൊടുത്ത കേസ് എന്തായി? കുഴൽനാടൻ കൊടുത്ത കേസ് എന്തായി? എന്നിട്ടും ചർച്ചയിൽ വന്ന് ഞങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറയരുത്. ഞങ്ങളുടെ പ്രവർത്തനത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ പാർട്ടി തയ്യാറാണ്. ഞങ്ങളുടെ ഈ കുറവുകളായി നിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഏക കാരണം അതാണ് എന്ന് പാർട്ടി കാണുന്നില്ല. മുഖ്യ കാരണം മറ്റു പല ചിലതുമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കുന്തിരിക്കം കരുതിക്കൂ, അവലും മലരും കരുതിക്കൂ.
ആരാ മുദ്രാവാക്യം വിളിച്ചത്? എം ലിജുവിന് ഓർമ്മയുണ്ടോ? ആലപ്പുഴയിലാണ് ഒരു കുട്ടി ഒരാളുടെ തോഴത്തിരുന്ന്. അവരുടെ പേരിൽ പിണറായി വിജയൻ സർക്കാർ കേസെടുത്തോ? ആ കേസെടുത്തപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരാണ്, ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ വിളിച്ചൊരു പേരുണ്ട്, സംഘി വിജയൻ. ആ സംഘി വിജയൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയ SDPI കോൺഗ്രസ് അതിനെ എതിർത്തിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രസ്താവന കാണിക്കാമോ? കുന്തിരിക്കം കരുതിക്കോ, അവലും മല്ലും കരുതിക്കോ, നിങ്ങളുടെ കാലന്മാർ വരുന്നു. ആരോടാ പറയണത്? കേരളത്തിലെ ക്രൈസ്തവരെയും കേരളത്തിലെ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ, ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ടാക്കി മുസ്ലിങ്ങൾക്കെതിരായിട്ട് മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ RSS ഉണ്ടാക്കിയ ഒരു അജണ്ട. ആ അജണ്ടയിൽ അമിത്ഷാ ഉന്നയിച്ച മുദ്രാവാക്യം എന്താണ്? കമ്മ്യൂണിസ്റ്റ്, ചുവപ്പ്, ജിഹാദി, ഭീകരത. ഞങ്ങളത് കേൾക്കാത്തവരാ? അപ്പോൾ ഒരു ഭാഗത്ത് BJPക്കാർ പറയുകയാണ് ഞങ്ങൾ മുസ്ലിം പ്രീണനാണ്, നിങ്ങളുടെ തങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഹിന്ദു പ്രീണനാണ്, ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണ്. അപ്പം ഞങ്ങൾ ശരിയാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. പ്രശ്നം അവിടെ അല്ല. SDPIയുടെ പിന്തുണ സ്വീകരിച്ച നിലപാട് ശരിയാണോ തെറ്റാണോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ SDPI മുന്നണിയിലെടുക്കുമോ? വെൽഫെയർ പാർട്ടി മുന്നണിയിലെടുക്കുമോ? അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം കേരളത്തിൽ BJPക്കാണോ സഹായകരമാകുന്നത്? നിങ്ങൾ തൽക്കാലം 2-3 സീറ്റിൽ ജയിക്കാൻ വേണ്ടി നിങ്ങളെടുക്കുന്ന ഈ തന്ത്രം യഥാർത്ഥത്തിൽ BJPക്ക് സഹായകരമാണ്. BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ മതവർഗീയതയെ പരാജയപ്പെടുത്തണം, മതരാഷ്ട്ര താല്പര്യങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനെന്ത് വേണം? അതിൻ്റെ ഭാഗമായി നിങ്ങൾ മതത്തെ മുൻനിർത്തിക്കൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ ചെറുക്കണം. മലപ്പുറത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത് പൊന്നാനിയിലും 2 സീറ്റ് ലീഗിന്. അപ്പോൾ തൊട്ടിങ്ങപ്പുറേ വേറൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പാർട്ടി പറയുകയാണ് എന്നാ ഞങ്ങളുടെ മതക്കാരല്ല ഉള്ളിടത്ത് ഞങ്ങൾക്കൊരു ഭൂരിപക്ഷം ഉണ്ടായാൽ എന്താ കുഴപ്പം? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു മതക്കാർ കൂടുതൽ താമസിക്കുന്നിടത്ത് ആ മതത്തിൻ്റെ പേരിലൊരു പാർട്ടി, അവർ മതപ്പാർട്ടിയായിട്ടൊക്കെ നിന്നോട്ടെ, സാമുദായിക പാർട്ടി തന്നെയാണ്, കുഴപ്പമില്ല, നിങ്ങളങ്ങ് നിന്നോ. പക്ഷെ നിങ്ങൾ SDPI കൂടെ കൂട്ടിയാലോ? ആ SDPI ചൂണ്ടിക്കാണിച്ചിട്ടാണ് പാലാ ബിഷപ്പിൻ്റെ മുന്നിൽ അവിടേക്ക് ജാഥ നടത്തിയിട്ട് എന്താ SDPI ചെയ്തത്? ശ്രീ അനിൽകുമാർ, പക്ഷേ ഞാൻ കാണിച്ചിട്ട് അപ്പോൾ കേരളത്തിലെ വോട്ടർമാരെ അങ്ങനെയാണോ? കേരളത്തിലെ വോട്ടർമാരെ രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത, ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത, മത സാമുദായിക ധ്രുവീകരണത്തിന് ഏതെങ്കിലും പാർട്ടികൾ ആഹ്വാനം ചെയ്താൽ അതിനനുസരിച്ച് മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടർമാരാണോ കേരളത്തിലുള്ളത്? അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം രാഷ്ട്രീയം പറഞ്ഞതും നിങ്ങൾ ഇത്രയും കാലം നവോത്ഥാനത്തിലേക്ക് നയിച്ചതുമൊക്കെ ആരെയാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതിന് മുന്നേ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തിരുത്താനുണ്ട്. ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു പച്ച കള്ളം എന്താണെന്നറിയോ? TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ മോചിപ്പിക്കാൻ ഒരു ജയിൽ ഉപദേശക സമിതിയും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചതായിട്ട് ഏതെങ്കിലും രേഖ ഹാജരാക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട ലിജുവിനോട് അപേക്ഷിക്കുന്നു, വെല്ലുവിളിക്കുന്നില്ല. നിങ്ങൾ നാളെ ഫേസ്ബുക്കിലിട്ടാൽ മതി. അല്ലെങ്കിൽ ഈ പ്രതികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ശുപാർശ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ ഞാനത് ഹാജരാക്കാൻ വെല്ലുവിളിക്കുന്നു. സത്യത്തിലുണ്ടായ എന്താണ്? അമൃതകാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് തുറന്നു വിടുന്നില്ല, ജീവപര്യന്തമുള്ള 1 കൊല്ലം ഇളവ് കിട്ടും. ആ ഇളവ് കിട്ടേണ്ടവർ ആരാണെന്ന് നിശ്ചയിക്കുന്നതിന് ജയിലിൽ കിടക്കുന്ന മുഴുവൻ പേരുടെയും പട്ടിക ഉണ്ടാക്കും. അവരുടെ മുഴുവൻ രേഖകളും പരിശോധിക്കണം. ഹൈക്കോടതി വിധി അടക്കം പരിശോധിക്കണം. പരിശോധിക്കേണ്ടത് ജില്ലാ കളക്ടറും അതുപോലെ സെഷൻ ജഡ്ജി അടങ്ങുന്ന സമിതിയാണ്. ആ സമിതിക്ക് രേഖ കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ രേഖകൾ ശേഖരിക്കുന്നത് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ മോചിപ്പിക്കാനുള്ള ഒരു ദൗത്യമാണെന്ന് പച്ചക്കള്ളം. അത് വ്യക്തമായിട്ടും പച്ചക്കള്ളമാണെന്ന് വ്യക്തമായിട്ട് ഉന്നയിക്കുന്നത് നാളെയും ഈ നുണകൾ ഞങ്ങൾക്കെതിരെ കിട്ടിയിടുന്ന് നിൽക്കും. അത് പച്ചക്കള്ളമാണെന്ന് ആർക്ക് വ്യക്തമായി? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മാധു പറഞ്ഞാൽ മതി. ഇവർക്ക് മോചനത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഹാജരാക്കാമോ? ഞാൻ പറഞ്ഞു അവരെ മോചിപ്പിക്കാൻ ശ്രമം നടന്നു, അവർ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലായിട്ടും ആരോപണം ഉന്നയിക്കുന്നു എന്ന്. ആർക്കാണ് അത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലായത്? കോൺഗ്രസിന് മനസ്സിലായി എന്നാണോ? അല്ല, ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യം എനിക്കുള്ളൂ. ഇവര് മോചനത്തിന് അർഹരാണ് എന്ന് ആരെങ്കിലും ശുപാർശ ചെയ്തോ? ഒരു പട്ടികയിൽ, അതായത് ഇളവ് കൊടുക്കാനുള്ളവരുടെ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടു. സംബന്ധിച്ച രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇളവ് കൊടുക്കാനുള്ളവരുടെ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഈ 3 പേരുടെ പേര് ഉൾപ്പെട്ടല്ലോ. അതിനുശേഷം ഇപ്പോൾ പുതുക്കിയ പട്ടികയിൽ ആ പേര് ഇല്ലല്ലോ.
അപ്പൊ ജയിലിൽ കിടക്കുന്ന എല്ലാവരുടെയും സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കും ജാതകവും അടക്കമുള്ള പട്ടികയല്ല, ഒഴിവാക്കാനും ഇപ്പോൾ അറിയാം അല്ലേ? അല്ല, അവിടെ തെറ്റി മാധുവിന്. എന്താ കാരണം എന്നറിയോ? ഓരോ ജയിലിലും ഓരോ തടവ് പുള്ളിക്കും എത്ര റൈറ്റ് ഉണ്ട്, എത്ര റൈറ്റ് ഇല്ല എന്നാരാ തീരുമാനിക്കുന്നത്? തീരുമാനിക്കുന്നത് ജയിൽ ഉപദേശക സമിതിയാണ്. അത് ജയിലിൻ്റെ DIG ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ DGP ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി, സെഷൻ ജഡ്ജി ഉൾപ്പെടെ, കലക്ടർ ഉൾപ്പെടെ, ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഇങ്ങനൊരു കാര്യം വന്നിട്ടില്ല. ആ കമ്മിറ്റിയുടെ മുമ്പിൽ രേഖകൾ സമർപ്പിക്കാൻ ബാധ്യതപ്പെട്ട മെമ്പർ സെക്രട്ടറി ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അപ്പീലിൻ്റെ നിലവാരം എന്താണെന്ന് അടക്കമുള്ള രേഖകൾ സമാഹരിക്കണം. ഇതൊന്നും ജയിലിലുള്ള കടലാസല്ല, പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തുള്ളതാണ്. ആ രേഖകൾ സമാഹരിക്കണം. ഇരകളായി തീർന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കണം, അവരുടെ അഭിപ്രായം അറിയണം. ഇതെല്ലാം കൂടി ജയിൽ ചട്ടങ്ങളുടെ 413 വകുപ്പ് പ്രകാരം ബന്ധപ്പെട്ട ജയിൽ ഉപദേശക സമിതിക്ക് ഒരു രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നത് ഇവരെ മോചിപ്പിക്കാനായിരുന്നുവെന്നുള്ള വാദം നമ്മൾ വിശ്വസിക്കുകയാണോ മാധു? എനിക്ക് മനസ്സിലായില്ല. 2, ഹൈക്കോടതിയുടെ വിധി വന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ ലിസ്റ്റിൽ ഈ ജയിൽ ഉപദേശക സമിതിക്ക് പോലും ഇവരുടെ പേര് പോകേണ്ടതില്ല. കാരണം ഹൈക്കോടതി വിധിയുടെ കടലാസ് ഇവിടെ കിടപ്പുണ്ട് എന്നതുകൊണ്ട് ജയിലിന്റെ ഉദ്യോഗസ്ഥന്റെ പിഴവാണ് എന്ന് വിശദീകരിക്കുകയും പിന്നീട് അത് മാറുകയും ഒക്കെ ചെയ്തല്ലോ. TP കേസിലെ പ്രതികളെ അറിയാത്ത ജയിൽ മേധാവിമാർ കണ്ണൂർ ജയിലിലുണ്ട് എന്ന് പറയുന്നത് ഞാനങ്ങ് വിശ്വസിച്ചേ. ശരി, നമ്മുടെ വിഷയം അതല്ലല്ലോ, അങ്ങനെ പോട്ടെ. TP കേസിലെ പ്രതികളെ അറിയാത്തവർ, അറിയാതെ എഴുതി ചേർത്ത പേര് എന്നൊക്കെ കേരളം വിശ്വസിക്കട്ടെ. ശരി, കേരളം വിശ്വസിക്കട്ടെ, കേരളം വിശ്വസിക്കട്ടെ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഞാൻ അങ്ങയിലേക്കാണ് വരേണ്ടത്. അങ്ങനെയുള്ള ഒറ്റ മിനിറ്റ് ക്ഷമിക്കണം, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, ആ വിഷയത്തിൽ ഇനി സംസാരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞതിന്റെ മറുപടി മാത്രം ഞാൻ ശ്രീ ലിജുവിലേക്ക് തേടിപ്പോട്ടെ. ശ്രീ ലിജു, അതായത് കേരളം ഇങ്ങനെ പലത് വിശ്വസിക്കണം, ഇതെല്ലാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്, ഇതൊന്നും രാഷ്ട്രീയ ഉദ്ദേശമില്ലാതെ നടപ്പിലാകുന്ന ചിലതാണ് എന്ന് കേരളം വിശ്വസിക്കണമെന്ന് ഇപ്പോഴും തീരുമാനിക്കുന്നവരുടെ തിരുത്ത് ഏത് രീതിക്കായിരിക്കും? കേരളം വിശ്വസിച്ചല്ലോ. ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കേരളം അങ്ങ് വിശ്വസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇവർ വടകരയിലും ഇത് തന്നെയായിരുന്നല്ലോ. ഇവർ പറഞ്ഞു ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ സംഘം കാഫിർ എന്ന് പറയുന്ന പോസ്റ്റർ ഇറക്കി, ശൈലജ ടീച്ചറിനെതിരെ ഏതോ അശ്ലീല വീഡിയോ പുറത്തിറക്കി. ഇതൊക്കെ ഇവർ പറഞ്ഞതാണോ? കേരളം അതേപടി വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു തിരുത്തലിൻ്റെയും ആവശ്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീ അനിൽകുമാർ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞെന്താണ്, ശ്രീ P. ജയരാജൻ അംഗമായിരിക്കുന്ന ജയിൽ ഉപദേശക സമിതിയുടെ നിയന്ത്രണത്തിലുള്ള എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. കണ്ണൂരിലെ ഡിസ്ട്രിക്ട് ജയിൽ അഡ്വൈസറി കമ്മിറ്റി 8 അംഗ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയാണ്. അതിനകത്തുള്ള 2 പ്രമുഖ വ്യക്തികൾ, ഒന്ന് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി P. ജയരാജനും, മുൻ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ശ്രീ P. ജയരാജനും, അതോടൊപ്പം എനിക്കൊന്ന് ശ്രീ P. ശശിയുമാണ് അതിലെ അഡ്വൈസറി കമ്മിറ്റി മെമ്പേഴ്സ് എന്നായിരിക്കുന്നത്. അവരറിയാത്ത, അവർക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തി അവിടെ ജയിലധികാരിയായി ശ്രീ അനിൽകുമാർ. ഏരിയ കമ്മിറ്റിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ഒരു പ്രദേശത്ത് ഒരു സർക്കിൾ, ഒരു SHO ആയിട്ട് പോലും ഇരിക്കാത്ത നിങ്ങളുടെ ഭരണത്തിൽ കൃത്യമായ ഓരോ ഓരോ സർക്കാർ ഓഫീസിലും നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷനുകളുള്ള, സെക്രട്ടേറിയറ്റ് നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ, അതിനെയും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ, പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ. അപ്പോൾ ജയിലിൽ പാർട്ടി ഫ്രാക്ഷൻ ഒന്നുമില്ല. സത്യസന്ധനും എന്താ പറയുന്നത് സുതാര്യനുമായ ഒരു ഉദ്യോഗസ്ഥൻ, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ ആരെയും കണ്ടാൽ മിണ്ടത്തുപോലുമില്ല. ജയിൽ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങൾക്ക് അദ്ദേഹത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കസേരയിരുന്നപ്പോൾ ഈ ജയിലിൽ അമൃതകാൽ പദ്ധതിയുമായി മോചിപ്പിക്കപ്പെടേണ്ട ആളുകളുടെ ഒരു പട്ടിക ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു വെളിപാടുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? ആ ജയിലിൽ അംഗങ്ങളായിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും രേഖ ആ പേപ്പറിൽ എഴുതി ചേർക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ ജയിലിലെ മുഴുവൻ ആളുകളുടെയും രേഖകൾ പരിശോധിച്ച് അവർക്ക് ഇളവുണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയതാണ് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേര്. അവരെ കേരള ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും അവർക്ക് ഒരു കാരണവശാലും ഈ കാലയളവിൽ ഈ വാടക കൊലയാളികളായ നരാധമന്മാർക്ക് ഒരു ഇളവും കൊടുക്കരുത് എന്ന് ഹൈക്കോടതി വിധിച്ചത് ജീവിതത്തിൽ ഇന്നുവരെ പത്രം പോയിട്ട് റേഡിയോ പോലും കേട്ടിട്ടില്ലാത്ത ഈ ഉദ്യോഗസ്ഥന് മനസ്സിലായില്ല. അതല്ലേ സംഭവിച്ചത്. അദ്ദേഹം ഇതുവരെ പത്രമേ വായിച്ചിട്ടില്ല, അദ്ദേഹം റേഡിയോ കേൾക്കാറില്ല, ടെലിവിഷൻ കണ്ടിട്ട് എത്രയോ കാലങ്ങളായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധിച്ചില്ല. അദ്ദേഹം എഴുതി വെച്ചു. അപ്പോഴാണ് കേരള സമൂഹം ഇത് അറിഞ്ഞു. CPM-ൻ്റെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ശ്രീ P. ജയരാജൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരോട് വിളിച്ചു ചോദിച്ചു, അല്ലയോ മഹാനുഭാവ,
പത്രം വായിക്കാത്ത, റേഡിയോ കേൾക്കാത്ത, ഹൈക്കോടതി ജഡ്ജ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത താങ്കൾ ഈ നരാധമന്മാരെ ഉൾപ്പെടുത്തിയത് കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയത് ഞങ്ങൾ തിരുത്തൽ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. ഇങ്ങനെ പോരെ? ശരി. ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങേക്ക് വരാം. മുഹമ്മദ് ഷായുടെ ഒരു അവസരം കവർന്നെടുത്താണ് നമ്മൾ അങ്ങോട്ട് പോയത്. ശ്രീ മുഹമ്മദ് ഷാ, ശ്രീ അനിൽകുമാർ ലീഗിനോടും കോൺഗ്രസിനോടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് BJP മുസ്ലിം പ്രീണനം എന്നാണ് CPM-നെയും LDF-നെയും വിമർശിക്കുന്നത്. സംഘപരിവാർ അങ്ങനെയാണ് വിമർശിക്കുന്നത്. മുസ്ലിം പ്രീണനം എന്ന വാക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് RSS പ്രചാരണ പരിപാടി നടത്തുന്നത്. ഇവിടെയോ, ഇവിടെ തിരികെ മുസ്ലിം തീവ്ര സംഘടനകളുമായി ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നു, കോൺഗ്രസുമായി ചേർന്ന് UDF എന്ന സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന് CPM നിങ്ങളെ വിമർശിക്കുന്നു. മുസ്ലിം വിരുദ്ധ മനോഭാവം ഉണ്ടാകുന്നു, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്ന ആരോപണമാണ് ലീഗ് തിരിച്ച് CPM-നെതിരെ മുന്നോട്ട് വെക്കുന്നത്. ഒരു പാർട്ടി സെക്രട്ടറി തുറന്നു പറയുകയാണ്, 4 വോട്ടിന് വേണ്ടി കൂട്ടുചേരാൻ പാടില്ലാത്ത ആരുമായും കൂട്ടുചേരുന്ന, ഏതെങ്കിലും വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ന്യൂനപക്ഷ സംരക്ഷണം എന്ന നയത്തിൽ നിന്ന് വ്യതിചലിക്കാനില്ല എന്ന് നിസ്സംശയം വ്യക്തമാക്കുന്ന ഒരു പാർട്ടി. അതിനെതിരെയാണ് നിങ്ങൾ ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നത്. മധു, ഈ നിങ്ങളിപ്പോൾ BJP പറയുന്ന നിലപാടും CPM പറയുന്ന നിലപാടും പറഞ്ഞല്ലോ. BJP പറയുന്നത് CPM-ൻ്റെ മുസ്ലിം പ്രീണനം, CPM പറയുന്നത് മുസ്ലിം വർഗീയത എന്ന്, അതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ പോകുന്നുവെന്ന്. ഇതൊന്നും അല്ല പ്രശ്നം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെയൊക്കെ ഭാഷ ഒന്ന് തന്നെയാണ്. അവരൊക്കെ വിദ്വേഷം പരത്തുന്ന ഭാഷയാണ് അവർ പറയുന്നത്. ആ ഭാഷയാണ് പ്രശ്നം. പക്ഷെ പൊതുസമൂഹം അതിനെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. 60 ലക്ഷം ആളുകൾക്ക് പെൻഷൻ ലഭിക്കാതെ വരികയും പെൻഷൻ നിങ്ങളുടെ അവകാശമല്ല, അത് ഞങ്ങളുടെ ഔദാര്യമാണെന്ന് ഗവൺമെൻറ് പറയുകയും അതിനെതിരെ കോടതികളിലേക്ക് കത്തുകൾ അയക്കിയ ജനങ്ങൾ നിവൃത്തിയില്ലാതെ, കേന്ദ്രത്തിൽ പറഞ്ഞാലും രക്ഷയില്ല, കേരളത്തിൽ പറഞ്ഞാലും രക്ഷയില്ല, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. നിങ്ങളൊരു സ്പെസിമനായി ഞാനൊരു മണ്ഡലത്തെ പറയാം. എറണാകുളം മണ്ഡലം നിങ്ങൾ നോക്കൂ. തുല്യമായി മുസ്ലിമീങ്ങൾ, ലത്തീൻ കത്തോലിക്കർ, സിറോ മലബാർകാർ, ഈഴവർ, ഹയർ അപ്പർ ക്ലാസ് ഹിന്ദുസ് എല്ലാവരും തുല്യമായുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ 2.5 ലക്ഷം വോട്ടിന് CPM പരാജയപ്പെടുകയാണ്. അവരുടെ എത്ര ശതമാനം വോട്ടുകൾ ബാക്കിലേക്ക് പോയി? ഏത് മതത്തെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇത് മതമല്ല പ്രശ്നം, ഇത് നിങ്ങളുടെ നയമാണ് പ്രശ്നം. ആ നയത്തിന് അപകടമുണ്ട് എന്ന് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളും തിരുത്തണം. UDF-ഉം ലീഗും ഒക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. CPM-ൻ്റെ നയവൈകല്യങ്ങൾ മൂലം അവരുടെ വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ അത് BJP-യുടെ പെട്ടിയിലേക്ക് 2-3% പോയെങ്കിൽ അത് പോകാൻ പാടില്ലായിരുന്നു. അത് പിടിച്ചെടുക്കാൻ കഴിയണമായിരുന്നു. എവിടെയെങ്കിലും സംഘടനാ ശക്തിക്ക് അതിനകത്ത് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് തിരുത്തുക എന്ന നയവുമായി മുന്നോട്ട് പോകാനാണ് UDF ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ലീഗ് ശ്രമിക്കുന്നത്. ഞങ്ങൾ വർഗീയമല്ല പറയുന്നത്. അതിനകത്ത് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ പല മത നേതാക്കളും ഉണ്ടാകാം. പക്ഷെ അതൊന്നും ജനം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ജനം റിജക്റ്റ് ചെയ്തത് നിങ്ങളുടെ നയത്തെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ ധ്രുവീകരണ പോളിസി ഉണ്ടല്ലോ, ആ പോളിസി രാജ്യമൊട്ടുക്കും ജനങ്ങൾ റിജക്റ്റ് ചെയ്തു. നമ്മൾ UP-യിലെ ജനങ്ങളെയും ഹരിയാനയിലെ ജനങ്ങളെയും ഒക്കെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവർ പല തരത്തിലുള്ള നാടകങ്ങൾ നടത്തി. തിരുത്തിച്ചില്ല അവരെ. ബംഗാളിൽ തിരുത്തിച്ചില്ല അവരെ. ഇതാ കേരളത്തിൽ ഇതാ ധ്രുവീകരണവുമായി വന്നു. നിങ്ങൾ പറഞ്ഞില്ലേ പ്രീണനമല്ല വേണ്ടത്. ഓരോ സമുദായമായാലും ഏത് ക്ലാസിഫിക്കേഷൻ്റെ ആയാലും അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. ഇത് പറയാനുള്ള നയമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. എപ്പോഴെങ്കിലും മതധ്രുവീകരണം ഉണ്ടായി, 2ആയി പിളർന്നു, മതങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് എടുക്കുന്ന കക്ഷികളാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും BJP-യും എടുക്കുന്നത്. UDF-ഉം കോൺഗ്രസും ലീഗും ഒക്കെ എല്ലാവരും ഒന്നിച്ചു തീർന്നു നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ നയം എന്ന് തെളിയണമെങ്കിൽ വടകരയിൽ നിങ്ങൾ നോക്കൂ. വടകരയിൽ അതായത് ഷാഫി പറമ്പിലിന് വേണ്ടി കാഫിർ പ്രയോഗം നടത്തി എന്ന ആക്ഷേപം സ്വയം ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് തലേന്ന് ഇട്ടു നോക്കി. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, എന്താ പറഞ്ഞത്, പിന്നെ ഇടതുപക്ഷം ഇവിടെ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ലക്ഷക്കണക്കിന് വോട്ടിന് ജനങ്ങളവിടെ പരാജയപ്പെടുത്തി. ആ വോട്ട് ചെയ്ത ജനങ്ങൾ ഒരു മതവിഭാഗക്കാരല്ല. അവർ വോട്ട് ചെയ്തത് നിങ്ങളുടെ നയങ്ങൾക്കെതിരെയാണ്. അത് തിരുത്തണ്ട എന്ന് നിങ്ങൾക്ക് തിരുത്താതിരിക്കാം, നിങ്ങളുടെ കാര്യം. പക്ഷേ അതിന് നിങ്ങൾ പറയുന്ന ന്യായീകരണം
നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്നതാകാൻ പാടില്ല. നിങ്ങൾ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ നിങ്ങളുടെ അവകാശമുണ്ട്. പക്ഷേ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് വേണം ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ഒക്കെ താഴെ ലോക്കൽ കമ്മിറ്റിയോട് ചോദിക്കൂ, നിങ്ങൾ ഏരിയ കമ്മിറ്റിയോട് ചോദിക്കൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലോക്കൽ കമ്മിറ്റിയിലുള്ള ഏരിയ കമ്മിറ്റിയിലുള്ള പാർട്ടി മെമ്പർമാർക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുത്താൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇനി തിരുത്തിയാൽ പോലും നിങ്ങളിൽ നിന്നും ജനങ്ങൾ അകന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി ഇപ്പൊ വരാൻ പോകുന്നത് ഏതായാലും 1-2 വർഷം മുസ്ലിം ലീഗിന്റെ നേതാവ് PM സലാം പറഞ്ഞു, പോരാളി ഷാജി മുതൽ യെച്ചൂരി വരെ തള്ളി പറഞ്ഞു, വിമർശനം ഉന്നയിച്ചു, തിരുത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ലീഗിന്റെ വിമർശനം എന്ന് പറയുന്നത്. അതായത് അങ്ങ് ഈ പാർട്ടി ഘടകങ്ങളിലെല്ലാം ഉയർന്ന ധനവകുപ്പിനും ആഭ്യന്തര വകുപ്പിനും എതിരെ വിമർശനങ്ങൾ ഉയർന്നല്ലോ എന്ന ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നോ പാർട്ടി യോഗങ്ങളിൽ, ഘടകങ്ങളിൽ എന്നൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ CPM മുന്നോട്ട് വെക്കാറ്. അവിടെ ഒരു വിമർശനവും ഉണ്ടായില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി എന്ത് തിരുത്തുമെന്നാണ് പറയുന്നത്? ഒരു വിമർശനവും ഇല്ലാതെ പാർട്ടി എന്താണ് തിരുത്തുക? ഞാൻ ഇപ്പോൾ മാധു പറഞ്ഞതിന് ഒരു വാക്ക് പറയട്ടെ. അതായത് ആ TP കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു കടലാസം കൊണ്ട് അയച്ചു തന്നിട്ടുണ്ട്. എന്താണ് ജയിൽ ചട്ടങ്ങൾ 464 പറയുന്നത്, റെമിഷന് ആ ജയിലിൽ കിടക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ ക്രിമിനലിൻ്റെയും, ഓരോ കുറ്റവാളിയുടെയും വിവരങ്ങൾ ബന്ധപ്പെട്ട ജയിൽ ഉപദേശക സമിതിക്ക് പരിഗണനയ്ക്ക് വെക്കണം. ജയിൽ സൂപ്രണ്ടിന് ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട 56 പേരുടെ വിവരങ്ങളെ ആരാഞ്ഞുള്ളൂ. കണ്ണൂർ ജയിലിൽ 56 പേരേ ഉള്ളൂ. 56 പേരുടെ വിവരങ്ങളാണ് ആരാഞ്ഞത്. മാത്രമല്ല ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് സൂപ്രണ്ടിന് പറ്റിയ പിശകാണെന്ന് ആദ്യം വിശദീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ KM വിനോദ് കുമാർ പിന്നീട് പറഞ്ഞു ഇപ്പോൾ വന്ന പട്ടികയിൽ ഇതില്ല എന്ന്. അങ്ങനെ ജയിലിലുള്ള സകലമാനുടെ പേരുടെയും പട്ടിക കൊടുക്കാനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഒഴിവായത്? മാത്രമല്ല അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? KK രമ MLA-യോട് ഇത് സംബന്ധിച്ച അഭിപ്രായം ചൊക്ലി പോലീസ് ആരാഞ്ഞു ഇല്ലേ? ചൊക്ലി പോലീസ് ആരാഞ്ഞത് എന്തിനാണ്? ഒരു പട്ടികയിലും ഇല്ലാത്തത് കൊണ്ടാണോ? ശിക്ഷാ ഇളവ് കൊടുക്കാൻ ഒരു അജണ്ടയും ഇല്ലാത്തതുകൊണ്ടാണോ? ഞാൻ ദയവായി ഒന്ന് കേൾക്കൂ മാധു, സമാധാനമായിട്ട് കേൾക്കൂ. തീർച്ചയായും. ഞാൻ അങ്ങേക്ക് അയച്ചു തന്നത് ജയിൽ ചട്ടങ്ങൾ 464. 464-നകത്ത് ജയിൽ സൂപ്രണ്ടിന് ഇന്നയാളെ ഉൾപ്പെടുത്തണം, ഇന്നയാളെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന അധികാരമുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന 464 ആ ജയിലിൽ കിടക്കുന്ന ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റ് സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ സമർപ്പിക്കാനുള്ള ലിസ്റ്റിൽ കേരളത്തിലെ എല്ലാ ജയിലിലുള്ള ആളുകളുടെ പേരുവിവരം അതാത് ജയിൽ സൂപ്രണ്ടുമാർ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ചത് ഓരോ ജയിൽ ഉപദേശക സമിതിയും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സൂപ്രണ്ടിന് പറ്റിയ പിഴവാണെന്ന് ആദ്യം വിശദീകരിച്ചത്? ഞാൻ പറയട്ടെ. അല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പേര് കൊടുക്കുന്ന കൂടെ കൊടുക്കുകയാണെങ്കിൽ പിഴവെന്ന വിശദീകരണം പിന്നീട് എന്തിനാണ് വന്നത്? ഞാനത് ഉത്തരം പറയട്ടെ. അതിൽ പറയുന്ന പ്രകാരം 465 പറയുന്നത് ഈ ആളെ ജയിൽ മോചിതമാക്കാവുന്ന സൂപ്രണ്ട് റിപ്പോർട്ട് കൊടുക്കണം, പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ ആളുടെ പേര് ജയിൽ ഉപദേശക സമിതിക്ക് വെച്ചിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് തരാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് സത്യം. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ജയിൽ IG അല്ലെങ്കിൽ DGP അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹമാണ് ഇതിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഹൈക്കോടതിയുടെ വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പേരുകൾ പരിഗണിക്കുകയേ വേണ്ട എന്നൊരു പ്രത്യേക ഉത്തരവിറക്കി. വിവാദം വേണ്ടതില്ല എന്നതുകൊണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? സാധാരണഗതിയിൽ എന്ത് വേണം? 3 മാസം ഇളവ്. 3 മാസം ജയിൽ ശിക്ഷ, 15 ദിവസം ഇളവ്. 6 മാസമാണെങ്കിൽ 30 ദിവസം ഇളവ്. ജയിൽ സൂപ്രണ്ട് DIGക്ക് കൊടുത്ത ഒരു കണക്കിന്റെ പേരിൽ മാത്രം ജയിലിലെ മുഴുവൻ അന്തേവാസികളുടെയും വിവരം അനുസരിച്ച് മാത്രമാണ് എന്ന് അങ്ങ് പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. 56 പേരുടെ വിവരങ്ങൾ മാത്രമാണ് അതിൽ ആവശ്യപ്പെട്ടത്. മാത്രമല്ല KK രമ MLA-യോട് ചട്ടം അനുസരിച്ച് പോലീസ് പോയി വിശദീകരണം ചോദിച്ചത് പിന്നെ എന്തിനാണ്? ഇതൊരു ഒരൊറ്റ പേപ്പർ മൂവ്മെന്റ് മാത്രമാണ് എങ്കിൽ എന്തിനാണ് ഈ പറയുന്ന അഭിപ്രായം ചോദിക്കാൻ അവിടെ വരെ എത്തിയത്? ഈ വിവാദമായിരുന്നില്ല എങ്കിൽ ഇവർ 3 പേരും പുറത്തു വരുമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇളവ് കിട്ടുമായിരുന്നു എന്നാണ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്നത്.
ഞാൻ നിയമപ്രകാരം സംസാരിക്കുന്നുള്ളൂ. ഞാൻ സാധാരണഗതിയിൽ മനുഷ്യർ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിയമം പ്രധാനമാണ്. ജയിൽ ഉപദേശകത്തെ നിങ്ങൾ സാധാരണക്കാരെയോ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെയോ പരിഗണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അനുകൂലമായ ചട്ടങ്ങൾ മാത്രം ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞാൻ അങ്ങയോട് തുടക്കം മുതൽ ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് ആവർത്തിച്ച് ചോദിക്കുന്നു, അങ്ങനെ സൂപ്രണ്ട് DIG കൊടുത്ത ഒരു പേപ്പർ കുറിപ്പ് മാത്രമാണ് എങ്കിൽ അതാ ജയിൽ. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, ഈ ജയിലിലുള്ള മുഴുവൻ ആളുകളുടെയും പേരതിലില്ല. അങ്ങനെ ജയിലിലുള്ള മുഴുവൻ ആളുകളുടെയും പേര് കൊടുക്കാനുള്ള പട്ടികയായിരുന്നെങ്കിൽ പിന്നീട് അവരെങ്ങനെ ഒഴിവാക്കപ്പെടും? ഒഴിവാക്കിയ പട്ടിക പിന്നീട് പുറത്തു വന്നു എന്നാണല്ലോ ഇപ്പോൾ പിന്നീട് വിനോദ് കുമാർ വിശദീകരിച്ചത്. അപ്പോൾ ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാൻ ഈ സംവിധാനത്തിനും ചട്ടത്തിനും വകുപ്പുമുണ്ട്, അത് അറിയുകയും ചെയ്യാം. അപ്പോൾ ഒഴിവാക്കണം എന്നല്ല, ഈ ശിക്ഷാ ഇളവ് കിട്ടണമെന്നാണ് ആദ്യത്തെ താല്പര്യം വന്നത്. ദയവായി ഒന്ന് കേൾക്കൂ. ഞാൻ അങ്ങക്ക് അയച്ചു തന്ന ജയിൽ ചട്ടങ്ങൾ കൃത്യമായി നോക്കിയാൽ അറിയാം. ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തണമെങ്കിൽ ജയിൽ ഉപദേശക സമിതിക്ക് അധികാരമുള്ളൂ, ജയിൽ സൂപ്രണ്ടിന് അധികാരമില്ല. ജയിൽ സൂപ്രണ്ടിന് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഈ വിവരങ്ങൾ പ്ലേസ് ചെയ്യാം, അയാൾ മെമ്പർ സെക്രട്ടറി മാത്രമാണ്. ഒരു ഉദ്യോഗസ്ഥനും, നിലവിൽ ഒരു ഉദ്യോഗസ്ഥനും ഈ വ്യക്തികൾക്ക് ഇതിന് അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള വിശദീകരണം. പിന്നെ ആ ജയിൽ സൂപ്രണ്ട് ആ കടലാസിൽ ഈ പേര് ഉൾപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് CPM തലേ പെരവെക്കാൻ നടക്കുന്നവർ തൽക്കാലം പെരവെക്കുക, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ ഞങ്ങളെ ഉപദേശിച്ചല്ലോ. ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി മോദിക്കെതിരാണോ പിണറായിക്കെതിരാണോ? നിങ്ങൾ മോദിക്കെതിരാണ് ജനവിധി, പിണറായിക്കെതിരാണോ ജനവിധി എന്ന കാര്യത്തിൽ ഇവിടെ കേരളത്തിൽ പിണറായിക്കെതിരാണെങ്കിൽ ഡൽഹിയിൽ ആർക്കെതിരെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് കേരളത്തിൽ പോര് UDF-ഉം LDF-ഉം തമ്മിലാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിച്ചു പറഞ്ഞത് ഇപ്പോൾ അങ്ങ് പിൻവലിച്ചോ സൗകര്യാർത്ഥം? ഇപ്പൊ മോദിയുമായിട്ടായോ പോര്? ഞാൻ ദയവായിട്ട് എൻ്റെ വാദം പറയാൻ സമ്മതിക്കില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ ചേർന്നിരിക്കുന്നത് മോദിക്കെതിരായ യുദ്ധത്തിനാണ്. ഞങ്ങൾ പരസ്യമായി നിൽക്കുന്നത് നരേന്ദ്രമോദിയെ ഇന്ത്യയിൽ തോൽപ്പിക്കാൻ തന്നെയാണ്. അങ്ങനെ തോൽപ്പിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്കുള്ള പരിമിതി, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസുമായി കേരളത്തിൽ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ മോദിക്കെതിരായി ഏറ്റുമുട്ടുന്ന രണ്ട് കൂട്ടരിൽ ആരെയാണ് ജനങ്ങൾ സ്വീകരിക്കുക എന്നൊരു പ്രശ്നം ഉദിക്കുന്നു. അതുകൊണ്ട് ഈ വോട്ടുകൾ മുഴുവൻ CPM-നെതിരായിട്ടും പിണറായി വിജയനെതിരായിട്ടും ചെയ്ത വോട്ടായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സ്ഥിതി. അടുത്ത എം ലിജു, അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കപ്പെടാതെ പോയവയുണ്ട്. അത് ശ്രീ അനിൽകുമാർ അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ, എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല. വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമൂഹത്തിനകത്ത് ജനവിശ്വാസം നേടിയത്? പാലം കടന്നു കഴിഞ്ഞാൽ കടത്തുകാരനെ വേണ്ട എന്ന് തോന്നുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഭൂപരിഷ്കർ ശ്രീ അനിൽകുമാർ, ഞാൻ അഡ്വക്കേറ്റ് എം ലിജുവിനോടാണ് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചത്. എനിക്ക് അങ്ങ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു, അങ്ങ് ക്ഷമിക്കണം. അഡ്വക്കേറ്റ് എം ലിജു, അടിസ്ഥാനപരമായ പല കാര്യങ്ങൾ, അതിലൊന്ന് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറി മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് ഇത് കിട്ടാതെ പോയത് എന്ന് വിശദീകരിക്കാൻ കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം വിചാരിക്കാൻ എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം UDF ഇതൊരു അടിയന്തര പ്രമേയമായി സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു നിയമസഭയിൽ. അപ്പോൾ ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത് അത് തള്ളിക്കളയുകയായിരുന്നു. ഇത്രയധികം മാസത്തെ കുടിശ്ശിക ഇപ്പോഴുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപുള്ള സമയത്തും മാത്രമല്ല, ഇപ്പോഴുമുണ്ട്. അപ്പോഴും ഒരു നിയമസഭ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഇനിയുമെങ്കിൽ എന്തു തിരുത്താം? ഞാൻ ഈ ഒരു മാധു എന്നോട് ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഇടവേളയിൽ ശ്രീ അനിൽകുമാറിൻ്റെ ഒരു പരാമർശം ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ സമൂഹത്തിൽ പലതരം ആളുകളുണ്ടല്ലോ. ഇപ്പോൾ കടക്കാനായി പിന്നെ കടത്ത് കഴിഞ്ഞാൽ ഈ പണ്ട് പറയുന്നത് പോലെ ഈ പാലം കടക്കുവോളം നാരായണ, പാലം കടന്ന കുരായണ എന്ന് പറയുന്നൊരു ഉപമയ്ക്ക് തുല്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എങ്ങനെയാണ്, സമൂഹത്തിൽ ഉള്ള ആളുകൾ പലരും സാമൂഹ്യമായി മുന്നേറ്റമെല്ലാം നേടിക്കളയുമ്പോൾ ആ നേടിത്തന്ന കടത്തുകാരനെ വിസ്മരിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ്. ഇപ്പോഴും ഇവർ ജനങ്ങളെ കുറ്റം പറയുകയാണ്. ഇപ്പോഴും അവർ ആ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നേരത്തെ അങ്ങ് പറഞ്ഞു, ഇവിടെ കേരളത്തിൽ നമ്മൾ ദേശീയ തലത്തിൽ പോരാട്ടം നടക്കുന്നു. BJP എതിർക്കുന്നതിൽ കേരളത്തിൽ കോൺഗ്രസുമുണ്ട്, CPM-ഉമുണ്ട്.
ഈ രണ്ട് പാർട്ടികൾ എതിർത്തപ്പോൾ കൂടുതൽ BJP എതിർക്കാൻ പറ്റുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് കിട്ടി. അതാരായിരിക്കും വോട്ട് ചെയ്യുന്നത്? ഒന്ന് നിഷ്പക്ഷരായ ആളുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ BJPയെ തീവ്രമായി ഭയപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കുമല്ലോ വോട്ട് ചെയ്യുന്നത്. അടിസ്ഥാന വോട്ടുകൾക്ക് ആ പ്രശ്നമുണ്ടോ? ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അടിസ്ഥാനപരമായി ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരിത്തരം ഫ്ലക്ച്വേഷൻസിന് വലുതായി വിധേയരാകാറില്ല. അവർ ആ പാർട്ടിയിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ശ്രീ അനിൽകുമാർ, നിങ്ങളുടെ പാർട്ടി കോട്ടകളിൽ പുന്നപ്പറ വയലാറിൻ്റെ പിൻതലമുറക്കാരുടെ വോട്ടുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല? ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും പാർട്ടി കോട്ടകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബീജാവാപം ചെയ്ത കണ്ണൂർ ജില്ലയിലെ പാറപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലമായ ധർമ്മടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങളുടെ ബേസിക് വോട്ട് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? അവിടെയാണോ താങ്കൾ ഈ പറഞ്ഞത്? അവരെല്ലാം കാര്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകളായിരുന്ന ആളുകൾ ഈ സാമൂഹ്യ മാറ്റത്തിന് ചാലകശക്തിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉപേക്ഷിച്ച് നന്ദി കെട്ടവരായി BJPയിലേക്ക് പോയി. നിങ്ങളുടെ റോങ് ഡയഗ്നോസിസ് ആണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ അവരെയാണ് മറന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പെൻഷൻ നിഷേധിക്കപ്പെടുന്നത് അടിയന്തര പ്രശ്നമാണെന്ന് ഉന്നയിച്ച് അടിയന്തര പ്രമേയം UDF അവതരിപ്പിക്കുമ്പോൾ ഇതൊരു അടിയന്തര പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കുന്നത്. നിങ്ങളത് ചർച്ച ചെയ്യണമായിരുന്നു. ആ അടിയന്തര പ്രശ്നം നിങ്ങളെ പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ ദേശീയ തലത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നിഷേധിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ അത് കേരള നിയമസഭയിൽ ചർച്ച ചെയ്ത് വ്യക്തമാക്കി ഒരു BJP അംഗം പോലും ഇല്ലാത്ത കേരള നിയമസഭയിൽ ആ കാര്യം ബോധ്യപ്പെടുത്തി ഐക്യകണ്ഠേന പ്രമേയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് അടിയന്തര പ്രശ്നമല്ലെന്നാണ്. അപ്പം നിങ്ങളുടെ മുൻഗണനാക്രമങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. നിങ്ങൾ മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ പെൻഷൻ നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാർക്കല്ല, ഡ്രൈ ഡേ എങ്ങനെ മാറ്റാന്നുള്ളതാണ്. ഡ്രൈ ഡേ എങ്ങനെ മാറ്റി അത് ഈ ഡ്രൈ അല്ലാത്ത ഡേ എങ്ങനെ ആക്കാം? ബാറുകളുടെ ഇപ്പോൾ ഒരു ദിവസം ആ ഡ്രൈ ഡേ ടൂറിസം പ്രാധാന്യത്തിന് വേണ്ടി നമുക്ക് ആ ഡ്രൈ ഡേ കൂടി എങ്ങനെ മാറ്റാമെന്നതിനെക്കുറിച്ച് യോഗം വിളിക്കുന്നതാണ് നിങ്ങളുടെ മുൻഗണനാക്രമം. നിങ്ങളുടെ മുൻഗണനാക്രമം നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന SFIയിലും DYFIയിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടുപോയപ്പോൾ, നിങ്ങളുടെ ആശയം വിട്ടല്ല പോയത്, ആ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ അതിക്രൂരനും നിഷ്ഠൂരന്മാരുമായ നരാധമന്മാർക്ക് അവർക്ക് ഇതുവരെ അനുവദിച്ച 11 വർഷത്തെ ശിക്ഷയിൽ 7 വർഷക്കാലവും അവരെ പുറത്തു നിർത്തുകയും പിന്നീട് ആ മനുഷ്യമൃഗങ്ങളെ ഇനിയും തടവ് ശിക്ഷ അനുവദിപ്പിക്കാതെ പുറത്തു വിടുക എന്നുള്ളതാണ് നിങ്ങളുടെ മുൻഗണനാക്രമം. അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ആളുകൾ നിങ്ങളുടെ പാർട്ടിയെ വിട്ട് വോട്ട് ചെയ്തത്. അതിന് പാലം കടന്നു കഴിഞ്ഞപ്പം വള്ളക്കാരനെ ചീത്ത പറയുന്ന യാത്രക്കാരെക്കുറിച്ച് ഉപമിച്ചതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനെ ആളുകൾ പ്രിഫർ ചെയ്താണെന്നോ കരുതുന്ന കണക്കാക്കുന്നതല്ല. അതിന് ശരി, നിങ്ങൾ തകരാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായി കേരളത്തിൽ നിലനിൽക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. മതനിരപേക്ഷ ശക്തികൾ ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പേസ് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. BJP വളർച്ച ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങളുടെ അടിസ്ഥാന വോട്ടർമാരെ BJPക്ക് കൊണ്ട് കൊടുക്കും. വള്ളത്തിൻ്റെ കഥ പറഞ്ഞു, പാവപ്പെട്ട വള്ളക്കാരൻ അങ്ങോട്ട് കാശ് ഇനിയും അവൻ്റെ വീടുകൂടെ എഴുതി കൊടുക്കണമെന്നും ഇറങ്ങിക്കഴിഞ്ഞാലും വീട്ടിൽ പോയി ആധാരം എടുത്തുകൊണ്ട് വന്നിട്ട് വള്ളക്കാരൻ്റെ കൊടുത്തോണം, അതാണ് നന്ദി പ്രകടനമെന്ന് കരുതുന്ന വർത്താനമൊക്കെ ദയവായിട്ട് പറഞ്ഞുള്ള ആളുകളെയും കൂടി ഇനി BJPയിൽ എത്തിക്കുന്നത് എന്ന് മാത്രമുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കഴിഞ്ഞ ദിവസം ലീഗിന്റെ മുഖപത്രത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ CPMനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ പാണക്കാട് നിന്ന് ഇത്ര ശക്തമായ രാഷ്ട്രീയ സ്വരം അടുത്ത കാലത്ത് കേട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടത്. അത്രമേൽ മുനകൂർപ്പിച്ച വിമർശനം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ലീഗ് CPMനെതിരെ ഇത്ര ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് CPM കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതുപോലെ ലീഗിന്റെ സ്വത്വവുമായി ചേർന്ന പല വിഷയങ്ങളിൽ CPM എടുത്ത നിലപാട് മുസ്ലിം പ്രീണനം എന്ന രീതിയിൽ പ്രചാരവേലക്കിരയാക്കുകയും CPMനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇപ്പോൾ ഗസ പോലെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ NRCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ CPM എടുക്കുന്ന നിലപാടിൽ ലീഗിന് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര മുനകൂർപ്പിച്ച വിമർശനം? അല്ല, ഇതൊരു ഔദാര്യമായി അവർ പറയുകയാണ്. മതേതര കക്ഷികളൊക്കെ തന്നെ എടുക്കേണ്ട നിലപാടുകൾ കോൺഗ്രസ് എടുത്ത അതേ നിലപാട് തന്നെ CPM എടുക്കുക, അതെടുത്തതൊരു ഔദാര്യമായിട്ടാണോ അവർ പറയുന്നത്? ലീഗ് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ലീഗിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ മേൽ വർഗീയ ചാപ്പ കുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ, വടകരയിൽ ചെയ്തതുപോലത്തെ ഉള്ള ചില അതിക്രമങ്ങൾ നിങ്ങൾ കാണിക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരില്ലേ? നിങ്ങൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ ചെയ്തത് എന്താണെന്ന് CPM മനസ്സിലാക്കിക്കോളൂ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു.
അന്യോന്യം ചില സീറ്റുകളിൽ വോട്ടുകൾ കൈമാറാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ലാഭം BJPയിൽ നിന്നും CPMനും ഇടതുപക്ഷത്തിനും ലഭിച്ചിട്ടുണ്ടാകും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇത്തവണയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അത്തരം ചില അണ്ടർസ്റ്റാൻഡിങ് നടത്തിയിട്ടുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ് നടത്തിയതിന് ശേഷവും CPM ജയിക്കാതെ പോയതിൻ്റെ കാരണം CPMൻ്റെ ബേസ് വോട്ടുകൾ നിങ്ങളുടെ പോളിസിയുടെ പേരിൽ അതിൽ നിന്ന് പുറത്തോട്ട് പോയി എന്നതുകൊണ്ടാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ലീഗ് വിമർശിക്കുന്ന കാര്യം എന്തായാലും തിരുത്താൻ കഴിയുന്നതിലെല്ലാം തിരുത്തുണ്ടാകുമെന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങൾക്ക് അനുവദിച്ച മാതൃഭൂമി ദിനപത്രത്തിന് അനുവദിച്ച ഇന്റർവ്യൂവിൽ അഭിമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ തിരുത്ത് എവിടെയെല്ലാം ഉണ്ടാകും എന്നത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകും ഇടതുപക്ഷം എന്ന് വിചാരിക്കാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.